കേരളമൊഴികെ രാജ്യത്തെ മറ്റിടങ്ങളിൽ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല. പലയിടത്തും വ്യവസായ മേഖലകൾ കേന്ദ്രീകരിച്ച് തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. പാർലമെന്റിന് മുന്നിൽ പണിമുടക്കിനെ അനുകൂലിച്ച് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ രാജ്യത്തെ 10 തൊഴിലാളി സംഘടനകളാണ് ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. പതിവ് പോലെ ഉത്തരേന്ത്യയിൽ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചില്ല. ദേശീയ പണിമുടക്ക് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടില്ല. ഡൽഹി മെട്രോയും ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളും ഓട്ടോ ടാക്സി സർവീസുകളും സാധാരണ നിലയിൽ തന്നെ സർവീസ് നടത്തുകയാണ്. സ്വകാര്യ ഓഫീസുകളും തുറന്നു പ്രവർത്തിക്കുന്നു. അതേസമയം ബാങ്കിംഗ്, ഇൻഷുറൻസ്, സർവീസ് മേഖലകളിലെ തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകുന്നുണ്ട്. ഡൽഹിക്ക് സമീപമുള്ള വ്യവസായ മേഖലകളും പൊതുപണിമുടക്കിൽ സ്തംഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര തൊഴിലാളി യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള പല പ്രതിഷേധ പ്രകടനങ്ങളാണ് ഡൽഹിയിൽ ഇന്ന് നടക്കുന്നത്. പ്രതിപക്ഷം ഭരിക്കുന്ന പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് ഭാഗികമാണ്. ദേശീയ പണിമുടക്കണമെങ്കിലും മുംബൈയെ അത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. പൊതുഗതാഗതവും ഓഫീസുകളും ഒക്കെ തന്നെ സാധാരണ പോലെ തന്നെ പ്രവർത്തിക്കുന്നു. ജനജീവിതത്തെ സമരം ഒരു തരത്തിലും ബാധിച്ചതായി കാണാൻ കഴിയില്ല. കർഷക സംഘടനകളുടെ സ്വാധീനമുള്ള ഗ്രാമീണ മേഖലകളിൽ പലയിടത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ദേശീയ പണിമുടക്ക് തമിഴ്നാടിനെ ഒരു തരത്തിലും ബാധിച്ചില്ല. ജനജീവിതം സാധാരണ നിലയിൽ തന്നെ മുൻപോട്ട് പോവുകയും ചെയ്തു. എന്നാൽ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ തമിഴ്നാടിന്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ചെന്നൈ സെൻട്രൽ, റെയിൽവേ മൗണ്ട് റോഡ് തൊഴിലാളികൾ ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും തൊഴിലാളി സംഘടനകൾ റോഡ് ഉപരോധിക്കുകയും പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം നാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.